എല്ലാവർക്കും നമസ്കാരം. +2 അക്കൗണ്ടൻസി സേ എക്സാം എഴുതുന്ന വിദ്യാർത്ഥികൾ പഠിച്ചിരിക്കേണ്ട പ്രോബ്ലംസ് ആണ് ഓരോ വീഡിയോയിലും ചെയ്യുന്നത്. മുൻഭാഗത്തെ വീഡിയോയിൽ പല പ്രോബ്ലംസും ഈ എക്സാമിന് വേണ്ടത് ചെയ്തിട്ടുണ്ട്, തിയറികളും ചെയ്തിട്ടുണ്ട്. അതിൻ്റെ ലിങ്ക് പ്ലേലിസ്റ്റായിട്ട് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം. അത് നോക്കി അതും കൂടി പഠിക്കേണ്ടതാണ്. ഇന്നത്തെ പ്രോബ്ലം ഫിക്സഡ് മെത്തേഡും ഫ്ലക്ച്വേറ്റിംഗ് ക്യാപിറ്റൽ മെത്തേഡും വെച്ച് പ്രോബ്ലം ചെയ്യുന്നതാണ്. ഇത് 8 മാർക്കിനും വരാം. ഫിക്സഡ് മെത്തേഡും ഫ്ലക്ച്വേറ്റിംഗ് മെത്തേഡും രണ്ടും കൂടി ഒരുമിച്ച് ചോദിച്ച് 8 മാർക്കിനും ക്വസ്റ്റ്യൻ വരാം. അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു മെത്തേഡ് ചോദിച്ചിട്ട് 5 മാർക്കിനും ക്വസ്റ്റ്യൻ വരാം. അപ്പോൾ രണ്ട് രീതിയിലും പഠിച്ച് വെക്കണം. വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. നമുക്ക് എങ്ങനെ എളുപ്പത്തിൽ ചെയ്യാം എന്നുള്ള രീതിയിലാണ് ഈ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. ഈ പ്രോബ്ലം ചെയ്യുന്നതിന് മുമ്പായി എല്ലാവരും നോട്ട്ബുക്കിലേക്ക് ഫിക്സഡ് ക്യാപിറ്റൽ മെത്തേഡ് എന്ന് എഴുതിയിട്ട് ഈ 2 ഫോർമാറ്റ് അവിടെ എഴുതി വയ്ക്കുക. അതായത് ഫിക്സഡ് ക്യാപിറ്റൽ മെത്തേഡിൽ 2 അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്യാനുണ്ട്, ക്യാപിറ്റൽ അക്കൗണ്ടും കറണ്ട് അക്കൗണ്ടും. അപ്പോൾ ഈ രണ്ടിൻ്റെയും ഫോർമാറ്റ് എഴുതി വെച്ചാൽ മാത്രമേ, അത് പഠിച്ചാൽ മാത്രമേ നമുക്ക് പ്രോബ്ലം ചെയ്യാൻ പറ്റുള്ളൂ. പക്ഷേ ഒരു ഫോർമാറ്റ് പഠിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഫ്ലക്ച്വേറ്റിങ്ങും ഈസിയായി ചെയ്യാൻ സാധിക്കും. ഈ ഫോർമാറ്റ് നന്നായി പഠിക്കേണ്ട. വൺ വേർഡിന് ഇപ്പോൾ കമ്മീഷൻ ഏത് ഭാഗത്താണ് എൻ്റർ ചെയ്യുന്നത്, ഏത് അക്കൗണ്ടിലാണ് എൻ്റർ ചെയ്യുന്നത്, ഇങ്ങനെ വൺ വേർഡിന് സ്ഥിരം ചോദിക്കുന്നതാണ്. അപ്പോൾ അതുകൊണ്ട് ഈ ഒരു ഫോർമാറ്റ് പഠിക്കാം. അപ്പോൾ എല്ലാവരും ഫോർമാറ്റ് എഴുതിയെടുത്തില്ലേ? അതിനുശേഷം ഫോർമാറ്റിൻ്റെ താഴെ ഈ ക്വസ്റ്റ്യൻ എഴുതിയെടുക്കുക. ഈ ക്വസ്റ്റ്യൻ കാണുമ്പോൾ അയ്യോ എന്ത് വലിയ ക്വസ്റ്റ്യനാണ്, എനിക്കിത് ചെയ്യാൻ പറ്റുമോ ഒന്നും കരുതരുത്. നമുക്ക് ഫോർമാറ്റ് അറിയാം, നമുക്കിത് വെറുതെ എടുത്ത് പെറുക്കി അങ്ങോട്ട് എടുത്ത് എഴുതിയാൽ മതി അല്ലേ? അപ്പോൾ നമുക്ക് ഏറ്റവും എളുപ്പത്തിൽ ഈ പ്രോബ്ലം ചെയ്യാം. നിങ്ങൾ ഒരു കാരണവശാലും ക്വസ്റ്റ്യൻ്റെ ലെങ്ത്ത് കണ്ടിട്ട് അയ്യോ വലിയ ക്വസ്റ്റ്യനാണ്, ചെറിയ ക്വസ്റ്റ്യനാണ് അങ്ങനെ വിലയിരുത്തരുത്. നമ്മുടെ ലക്ഷ്യം എന്ന് പറയുന്നത് ജയിക്കണം. അത്രയേ ഉള്ളൂ നമ്മുടെ ലക്ഷ്യം. ക്വസ്റ്റ്യൻ എല്ലാവരും എഴുതിയെടുത്തില്ലേ? അപ്പോൾ നമുക്ക് ആദ്യം ഫിക്സഡ് ക്യാപിറ്റൽ മെത്തേഡ് പ്രകാരം പ്രോബ്ലം ചെയ്യാം. അപ്പോൾ നമുക്ക് ഫോർമാറ്റിൽ ഫിക്സഡ് ക്യാപിറ്റൽ മെത്തേഡ് ആണെങ്കിൽ 2 അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്യണം. പാർട്ട്നേഴ്സ് ക്യാപിറ്റൽ അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്യണം, പാർട്ട്നേഴ്സ് കറണ്ട് അക്കൗണ്ടും ക്രിയേറ്റ് ചെയ്യണം. അപ്പോൾ ആദ്യം നമുക്ക് പാർട്ട്നേഴ്സ് ക്യാപിറ്റൽ അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്യാം. അപ്പോൾ അതാണ് ഇവിടെ വരച്ചിരിക്കുന്നത്, പാർട്ട്നേഴ്സ് ക്യാപിറ്റൽ അക്കൗണ്ട്. ആ 2 പാർട്ട്നേഴ്സിൻ്റെ പേര് എഴുതാം. അതിനുശേഷം നമ്മുടെ പാർട്ട്നേഴ്സ് ക്യാപിറ്റൽ അക്കൗണ്ടിൻ്റെ ഫോർമാറ്റ് നിങ്ങൾ എഴുതിയെടുത്തേക്കുന്നതൊന്ന് നോക്കാം. അതിൽ ആദ്യം പറയുന്നത് ബാലൻസ് ബ്രോ ഡൗൺ, അതായത് 2 പാർട്ട്നേഴ്സിൻ്റെ ഓപ്പണിംഗ് ബാലൻസ് ഉണ്ടെങ്കിൽ അത് എഴുതണം. രണ്ടാമത് ഫ്രഷ് ക്യാപിറ്റൽ, അതായത് അഡീഷണൽ ക്യാപിറ്റൽ എന്തെങ്കിലും ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ടുണ്ടെങ്കിൽ അതും എഴുതണം. അപ്പോൾ ആദ്യം ഓപ്പണിംഗ് ക്യാപിറ്റൽ എഴുതണം. രണ്ടാമത് എഴുതേണ്ടത് ഏതാ? ഫ്രഷ് ക്യാപിറ്റൽ. അഡീഷണൽ ക്യാപിറ്റൽ ഉണ്ടെങ്കിൽ അത് ബാങ്ക് എന്ന് പറഞ്ഞ് എഴുതണം. നമ്മുടെ ക്വസ്റ്റ്യനിൽ ഓപ്പണിംഗ് ക്യാപിറ്റലാണ് ഈ 15 lakhും 10 lakhും. ക്ലിയർ ആയോ? 2 പാർട്ട്നേഴ്സ് ഫേമിലേക്ക് വന്നപ്പോൾ അവർ സ്റ്റാർട്ട് ചെയ്തത് 15 lakhും 10 lakhും വെച്ചിട്ടാണ് ഓപ്പണിംഗ് ബാലൻസ് എന്ന് പറയുന്നത്. അതിനുശേഷം അവർ കൊണ്ടുവന്നേക്കുന്നത് അഡീഷണൽ ക്യാപിറ്റൽ ഇതേ ഇവിടെ തന്നിട്ടുണ്ട്. ഒരു 1-ാം തീയതി ജൂലൈ 1 ആയപ്പോൾ അവർ ഒരു അഡീഷണൽ ക്യാപിറ്റൽ 3 lakhും 2 lakhും കൊണ്ടുവന്നിട്ടുണ്ട്. അപ്പോൾ നമുക്ക് വേണ്ടത് ഫോർമാറ്റിൽ എന്താണോ വേണ്ടത് അത് മാത്രം ഇതിൽ നിന്ന് എടുത്ത് എഴുതിയാൽ മതി. ഇപ്പോൾ നമ്മുടെ ക്വസ്റ്റ്യനിൽ ആദ്യം വേണ്ടത് നമുക്ക് ഓപ്പണിംഗ് ക്യാപിറ്റലാണ്. അപ്പോൾ ഓപ്പണിംഗ് ക്യാപിറ്റൽ നമുക്ക് ഇവിടെ ഉണ്ടോയെന്ന് നോക്കാം, ക്വസ്റ്റ്യനിലുണ്ടോയെന്ന് നോക്കാം. ഇവിടെ ഓപ്പണിംഗ് ക്യാപിറ്റൽ ഉണ്ട് 2 പേര്. അതിനുശേഷം നമുക്ക് അഡീഷണൽ ക്യാപിറ്റൽ ക്വസ്റ്റ്യനിലുണ്ടോയെന്ന് നോക്കാം. അഡീഷണൽ ക്യാപിറ്റൽ നമുക്ക് ക്വസ്റ്റ്യനിലുണ്ട്. ബാക്കിയൊന്നും നമ്മൾ നോക്കേണ്ടതില്ല. ക്ലിയർ ആയോ? അപ്പോൾ നമ്മൾ ഓപ്പണിംഗ് ക്യാപിറ്റൽ അതിനെ ബാലൻസ് ബ്രോ ഡൗൺ എന്നും പറഞ്ഞ് 15 lakhും 10 lakhും എടുത്തെഴുതി. അതിനുശേഷം നമ്മൾ അഡീഷണൽ ക്യാപിറ്റലിനെ ബാങ്ക് എന്നും പറഞ്ഞ് 3 lakhും 2 lakhും എടുത്തെഴുതി. ഇത് രണ്ടുമേ ഇതിൽ എഴുതാനുള്ളൂ. പാർട്ട്നേഴ്സ് ക്യാപിറ്റൽ അക്കൗണ്ട് ഫിക്സഡ് മെത്തേഡ് പ്രകാരം പാർട്ട്നേഴ്സ് ക്യാപിറ്റൽ അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്യുമ്പോൾ ഓപ്പണിംഗ് ബാലൻസും എഴുതണം, അഡീഷണൽ ക്യാപിറ്റലും എഴുതണം. ഇനി നിങ്ങൾക്ക് ചില ക്വസ്റ്റ്യനിൽ അഡീഷണൽ ക്യാപിറ്റൽ തന്നിട്ടുണ്ടാവില്ല, ഓപ്പണിംഗ് ബാലൻസ് മാത്രമേ തന്നിട്ടുണ്ടാവുള്ളൂ. മതി, ഓപ്പണിംഗ് ക്യാപിറ്റൽ മാത്രം എഴുതിയാൽ മതി, ബാങ്ക് എഴുതണ്ട. ക്ലിയർ ആയോ? അപ്പോൾ പാർട്ട്നേഴ്സ് ക്യാപിറ്റൽ അക്കൗണ്ടിൽ എന്താണോ വേണ്ടത് അത് മാത്രം ക്വസ്റ്റ്യനിൽ നിന്ന് എടുത്ത് എഴുതിയാൽ മതി. അപ്പോൾ നമ്മൾ ഫോർമാറ്റ് പഠിക്കാതിരിക്കാൻ പറ്റുമോ? അപ്പോൾ ഫോർമാറ്റ് പ്രകാരം ക്യാപിറ്റൽ അക്കൗണ്ടിൽ ഓപ്പണിംഗ് ക്യാപിറ്റലും അഡീഷണൽ ക്യാപിറ്റലും ഉണ്ടെന്ന് ഓർക്കുക. ഓപ്പണിംഗ് ക്യാപിറ്റലിനെ ബാലൻസ് ബ്രോ ഡൗൺ എന്നും അഡീഷണൽ ക്യാപിറ്റലിനെ എന്തും പറഞ്ഞ് എഴുതണം? ബാങ്ക് എന്നും പറഞ്ഞ് എഴുതണം. അതിനുശേഷം നമ്മൾ 2 എമൗണ്ടും കൂടി ആഡ് ചെയ്തു. യാസ്മിൻ്റെയും 2 എമൗണ്ട് ആഡ് ചെയ്തു. അതിനെ ബാലൻസ് ക്യാരി ഡൗൺ എന്നും പറഞ്ഞിട്ട് നമ്മൾ കൊടുത്തു. അപ്പോൾ 2 സൈഡ് ഈക്വലായി. അപ്പോൾ നമ്മൾ ഫിക്സഡ് ക്യാപിറ്റൽ മെത്തേഡ് പ്രകാരം നമ്മൾ ക്യാപിറ്റൽ അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്തു. ഇനി നമുക്ക് ഫിക്സഡ് ക്യാപിറ്റൽ മെത്തേഡ് പ്രകാരം 2 അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്യണ്ടേ? ക്യാപിറ്റൽ അക്കൗണ്ടും ക്രിയേറ്റ് ചെയ്യണം, കറണ്ട് അക്കൗണ്ടും ക്രിയേറ്റ് ചെയ്യണം. അപ്പോൾ നമുക്ക് ഇനി കറണ്ട് അക്കൗണ്ട് എങ്ങനെ ക്രിയേറ്റ് ചെയ്യണമെന്ന് നോക്കാം. നെക്സ്റ്റ് നമുക്ക് പാർട്ട്നേഴ്സ് കറണ്ട് അക്കൗണ്ടാണ് ക്രിയേറ്റ് ചെയ്യേണ്ടത്. പാർട്ട്നേഴ്സ് കറണ്ട് അക്കൗണ്ടിൽ നമുക്ക് ബാലൻസ് ബ്രോ ഡൗൺ വന്നിട്ടുണ്ട്. അത് രണ്ടും നമുക്ക് എഴുതണ്ട, കാരണം അത് ഡെബിറ്റ് ബാലൻസോ ഓപ്പണിംഗ് ബാലൻസോ ക്രെഡിറ്റ് ഓപ്പണിംഗ് ബാലൻസോ വരുന്നെങ്കിൽ അത് രണ്ടും എഴുതേണ്ടതുള്ളൂ. നമുക്ക് ഈ പ്രോബ്ലത്തിൽ അതൊന്നും വേണ്ട.
സാധാരണ ഈ പ്രോബ്ലങ്ങളിൽ അത് ഉണ്ടാവാറില്ല, നിങ്ങളത് മൈൻഡ് ചെയ്യണ്ട. ഫസ്റ്റ് പിന്നെ വരുന്നത് ഡ്രോയിങ്സ് ആണ്. ഇൻട്രസ്റ്റ് ഓൺ ഡ്രോയിങ്സ്, ഷെയർ ഓഫ് ലോസ്. അതായത് ലോസ് ആണ് ക്വസ്റ്റ്യനിലെങ്കിൽ പ്രോഫിറ്റ് ആൻഡ് ലോസ് എന്ന് എഴുതിയിട്ട് ആ ഷെയറുകൾ ഷെയർ ചെയ്ത് കൊടുക്കണം. അപ്പോൾ നമുക്ക് ഏതൊക്കെ വേണ്ടത്? ഡ്രോയിങ്സ്, ഇൻട്രസ്റ്റ് ഓൺ ഡ്രോയിങ്സ്, ഷെയർ ഓഫ് ലോസ് ആണെങ്കിൽ ഇപ്പുറത്ത്, ഷെയർ ഓഫ് പ്രോഫിറ്റ് ആണെങ്കിൽ ക്രെഡിറ്റ് സൈഡ്. ക്ലിയർ ആയോ? സ്റ്റിൽ നമുക്ക് ഡ്രോയിങ്സ് തന്നിട്ടുണ്ട് 30,000ഉം 20,000ഉം. ഇൻട്രസ്റ്റ് ഓൺ ഡ്രോയിങ്സും തന്നിട്ടുണ്ട് 1,800ഉം 1,200ഉം. പിന്നെ നമുക്ക് ക്വസ്റ്റ്യനിൽ ലോസ് ആണ് വന്നേക്കണം. ഒന്നില്ലെങ്കിൽ പ്രോഫിറ്റ് ആയിരിക്കും അല്ലെങ്കിൽ ലോസ് ആയിരിക്കും. ഈ ക്വസ്റ്റ്യനിൽ ലോസ് ആണ് വന്നേക്കുന്നത് 60,000ഉം 40,000. ഇനി പ്രോഫിറ്റ് ആണെങ്കിൽ നമ്മൾ എവിടെ എഴുതണം? ക്രെഡിറ്റ് സൈഡ് എഴുതണം. ലോസ് ആണെങ്കിൽ നമ്മൾ ഡെബിറ്റ് സൈഡ് എഴുതണം. അപ്പോൾ ഞാൻ ഒന്നുകൂടി പറയാം. ഡെബിറ്റ് സൈഡ് എഴുതേണ്ട ഐറ്റംസ് ഡ്രോയിങ്സ് ക്വസ്റ്റ്യനിൽ നിന്ന് എടുത്ത് എഴുതണം, ഇൻട്രസ്റ്റ് ഓൺ ഡ്രോയിങ്സ് എഴുതണം, പ്രോഫിറ്റ് ആൻഡ് ലോസ് ക്വസ്റ്റ്യനിൽ ലോസ് ആണെങ്കിൽ അതും കൂടി എടുത്ത് ഡെബിറ്റ് സൈഡ് എഴുതേണ്ടതാണ്. ഇനി ക്രെഡിറ്റ് സൈഡ് വരുന്ന ഐറ്റം ഏതൊക്കെയാണ്? സാലറി, കമ്മീഷൻ, ഇൻട്രസ്റ്റ് ഓൺ ക്യാപിറ്റൽ, ഷെയർ ഓഫ് പ്രോഫിറ്റ്. ഇത്രയും ഐറ്റംസാണ് ക്രെഡിറ്റ് സൈഡ് വരുന്നത്. ഇപ്പോൾ നമ്മൾ ആദ്യം എഴുതിയേക്കുന്നത് ഇൻട്രസ്റ്റ് ഓൺ ക്യാപിറ്റലാണ് എഴുതിയത്. ഇപ്പോൾ സാലറി, കമ്മീഷൻ ആ ഓർഡറിൽ തന്നെ എഴുതണം എന്നൊന്നുമില്ല. ഇപ്പോൾ നമ്മൾ സാലറി എഴുതിയിട്ടുണ്ട്, ഒരാൾക്ക് സാലറി ക്വസ്റ്റ്യനിൽ തന്നിട്ടുള്ളൂ, അപ്പോൾ ആ സാലറി എടുത്ത് എഴുതി. കമ്മീഷൻ 2 പേർക്കും തന്നിട്ടുണ്ട്, നമ്മൾ അതും എഴുതി. ഇൻട്രസ്റ്റ് ഓൺ ക്യാപിറ്റൽ ചെയ്യുമ്പോൾ ഒരു കാര്യം നിങ്ങൾ പ്രത്യേകമായി ശ്രദ്ധിക്കണം. നമ്മൾ കറണ്ട് അക്കൗണ്ടാണ് ഇപ്പോൾ ചെയ്യുന്നത്. ക്യാപിറ്റൽ അക്കൗണ്ട് തൊട്ട് മുമ്പിൽ ചെയ്തില്ലേ? തൊട്ട് മുമ്പിൽ ചെയ്ത ഈ ക്യാപിറ്റൽ അക്കൗണ്ടിൽ അവർക്ക് 2 ക്യാപിറ്റൽ ഉണ്ട്. അതായത് ഇവരുടെ ഓപ്പണിംഗ് ക്യാപിറ്റലും ഉണ്ട്, അഡീഷണൽ ക്യാപിറ്റലും ഉണ്ട്. ആദ്യം സമീറിന് ഓപ്പണിംഗ് ക്യാപിറ്റൽ 15 lakhും അഡീഷണൽ ക്യാപിറ്റൽ 3 lakhും ഉണ്ട്. യാസ്മിനും അതുപോലെ തന്നെ ഓപ്പണിംഗ് ക്യാപിറ്റൽ 10 lakhും അഡീഷണൽ ക്യാപിറ്റൽ 2 lakhും ഉണ്ട്. ഈ അഡീഷണൽ ക്യാപിറ്റലിൽ ജൂലൈയിൽ കൊണ്ടുവന്നേക്കുന്നതാണ് അല്ലേ? ഇപ്പോൾ ഇൻട്രസ്റ്റ് ഓൺ ക്യാപിറ്റൽ സമീറിൻ്റെ ഓപ്പണിംഗ് ക്യാപിറ്റലിൻ്റെ 5%, അത് നിങ്ങളുടെ ക്വസ്റ്റ്യനിൽ തന്നിട്ടുണ്ട്. ഇൻട്രസ്റ്റ് ഓൺ ക്യാപിറ്റൽ 5% കണ്ടുപിടിക്കാൻ പറഞ്ഞേക്കുന്നത്. അപ്പോൾ 15 lakhിൻ്റെ 5% എന്ന് പറയുമ്പോൾ 75,000. പിന്നെ അഡീഷണൽ ക്യാപിറ്റൽ സമീറിൻ്റെ എത്രയാണ്? 3 lakh അല്ലേ? അപ്പോൾ 3 lakh ഇൻറ്റു 5/100 ഇൻറ്റു 6/12. ഈ 6/12 എന്ന് പറയുന്നത് അഡീഷണൽ ക്യാപിറ്റൽ കൊണ്ടുവന്നേക്കുന്നത് ജൂലൈയിലാണ്, എൻഡ് ചെയ്യുന്നത് ഡിസംബറിലാണ്. അപ്പോൾ ജൂലൈ മുതൽ ഡിസംബർ വരെ എത്ര മാസമുണ്ടോ അതാണ് നമ്മളിവിടെ 6/2. അപ്പോൾ ജൂലൈ മുതൽ ഡിസംബർ വരെ 6 മാസമാണ് വരുന്നത്. അപ്പോൾ 6/12. നിങ്ങളുടെ ക്വസ്റ്റ്യനിൽ ഒരു തിരുത്ത് ചെയ്യാനുണ്ട്. ബുക്സ് ആർ ക്ലോസ്ഡ് ഓൺ December 31 എന്നാക്കണം കേട്ടോ. ക്വസ്റ്റ്യൻ തന്നപ്പോൾ ഞാൻ മാർച്ച് എന്നാണ് എഴുതിയേക്കുന്നത്, അതൊന്ന് തിരുത്തി December 31 ആക്കണം. അപ്പോൾ നമ്മൾ സമീറിൻ്റെ ഓപ്പണിംഗ് ക്യാപിറ്റലിൻ്റെയും ഇൻട്രസ്റ്റ് കണക്കാക്കി, അഡീഷണൽ ക്യാപിറ്റലിൻ്റെ ഇൻട്രസ്റ്റ് ആക്കി, രണ്ടും കൂടി ടോട്ടൽ ചെയ്യുമ്പോൾ 82,500. അതാണ് നമ്മൾ സമീറിൻ്റെ ഇൻട്രസ്റ്റ് ഓൺ ക്യാപിറ്റൽ എന്നും പറഞ്ഞ് ഇവിടെ എഴുതേണ്ടത്. അതുപോലെ തന്നെ അടുത്ത ആളുടെയും യാസ്മിൻ്റെയും കണ്ടുപിടിക്കണം. യാസ്മിൻ്റെ ആദ്യത്തെ ഓപ്പണിംഗ് ക്യാപിറ്റൽ 10 lakh ആണ്. 10 lakhിൻ്റെ 5/100 എന്ന് പറയുമ്പോൾ 50,000. 2 lakhിൻ്റെ 5/100ഉം 6/12, അതായത് ജൂലൈ മുതൽ ഡിസംബർ വരെ, അപ്പോൾ 5,000. ഇത് രണ്ടും കൂടി ആഡ് ചെയ്യുമ്പോൾ 55,000 കിട്ടും. അതാണ് നമ്മളിവിടെ എന്താണ്ട്. ഇത് ക്ലിയർ ആയെന്ന് വിചാരിക്കുന്നു. ഇതിലൊരു കാര്യം ശ്രദ്ധിക്കേണ്ടത്, ബാക്കിയെല്ലാം ഫോർമാറ്റ് പ്രകാരം എടുത്ത് എഴുതിയാൽ മതി. പക്ഷേ ഇൻട്രസ്റ്റ് ഓൺ ക്യാപിറ്റൽ എന്ന് പറയുമ്പോൾ 2 ക്യാപിറ്റൽ ഉണ്ടെങ്കിൽ, അതായത് ഓപ്പണിംഗ് ക്യാപിറ്റലും ഉണ്ട് അഡീഷണൽ ക്യാപിറ്റലും ഉണ്ടെങ്കിൽ ഈ രീതിയിൽ ഇൻട്രസ്റ്റ് ഓൺ ക്യാപിറ്റൽ കണ്ടുപിടിക്കണം. എന്നിട്ട് വേണം നമ്മളിവിടെ എൻ്റർ ചെയ്യാൻ. അതിനുശേഷം നമ്മൾ ഈ ക്രെഡിറ്റ് സൈഡ് ടോട്ടൽ ചെയ്തു, ഡെബിറ്റ് സൈഡ് ടോട്ടൽ ചെയ്തു. ഇപ്പോൾ 2 സൈഡിലും നോക്കുമ്പോൾ ക്രെഡിറ്റ് സൈഡാണ് കൂടുതൽ എമൗണ്ട് വരുന്നത്. ഇപ്പോൾ മൈനസ് ചെയ്തിട്ട് ചെയ്യുമ്പോൾ, അതായത് ഈ 3 എമൗണ്ട് ആഡ് ചെയ്യാം, ഈ 3 എമൗണ്ട് ആഡ് ചെയ്യാം. അപ്പോൾ വലിയ എമൗണ്ട് ഏത് സൈഡിലാണോ അത് 2 സൈഡിൽ എഴുതുക. അതിനുശേഷം ഈ 3 എമൗണ്ട് കൂട്ടിയത് 1,12,500 നിന്ന് കുറയ്ക്കുമ്പോൾ 20,700 ലഭിക്കും. അതുപോലെ തന്നെ ക്രെഡിറ്റ് സൈഡ് ഈ 2 എമൗണ്ട് ആഡ് ചെയ്യുക, ഈ 3 എമൗണ്ട് ആഡ് ചെയ്യുക, അപ്പോഴും ഈ സൈഡാണ് കൂടുതൽ വരുന്നത്. അപ്പോൾ നമ്മൾ ഈ 3 എമൗണ്ട് കൂട്ടിയത് 62,000 നിന്ന് മൈനസ് ചെയ്യുമ്പോൾ 800 ലഭിക്കും. ക്ലിയർ ആയോ എല്ലാവർക്കും? അപ്പോൾ ഫിക്സഡ് ക്യാപിറ്റൽ മെത്തേഡ് പ്രകാരം പാർട്ട്നേഴ്സ് ക്യാപിറ്റൽ അക്കൗണ്ടും ചെയ്യണം, പാർട്ട്നേഴ്സ് കറണ്ട് അക്കൗണ്ടും ചെയ്യണം. ഇത് പഠിച്ചു കഴിഞ്ഞാൽ എളുപ്പത്തിൽ നമുക്ക് ഫ്ലക്ച്വേറ്റിംഗ് മെത്തേഡ് ചെയ്യാൻ പറ്റും. ഇത് രണ്ടും കൂടി കമ്പൈൻ ചെയ്ത് എഴുതുന്നതാണ് ഫ്ലക്ച്വേറ്റിംഗ് ക്യാപിറ്റൽ മെത്തേഡ്. അപ്പോൾ നമുക്കതെങ്ങനെയാണെന്ന് നോക്കാം. അപ്പം ഞാൻ പറഞ്ഞു 2 അക്കൗണ്ടും കൂടി കമ്പൈൻ ചെയ്താൽ നമുക്ക് ഫ്ലക്ച്വേറ്റിംഗ് മെത്തേഡ് പ്രകാരം ക്യാപിറ്റൽ അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്യാൻ പറ്റുമെന്ന് പറഞ്ഞു. അപ്പോൾ അതെങ്ങനെ കമ്പൈൻ ചെയ്യണമെന്ന് നോക്കാം. നമുക്ക് ഫിക്സഡ് ക്യാപിറ്റൽ മെത്തേഡിൻ്റെ ക്രെഡിറ്റ് സൈഡ് ബാലൻസ് ബ്രോഡൗണും ബാങ്കും ഉണ്ട്, 15 lakhും 3 lakhും. അത് നമ്മൾ അങ്ങനെ തന്നെ എടുത്ത് എഴുതി. ബാലൻസ് ബ്രോഡൗൺ ബാങ്ക് 15 lakh 3 lakh 10 lakh 2 lakh. അതിനുശേഷം നമ്മൾ
കറണ്ട് അക്കൗണ്ട് നോക്കുക. ഇയാളുടെ കറണ്ട് അക്കൗണ്ടിൽ ഇൻട്രസ്റ്റ് ഓൺ ക്യാപിറ്റൽ 82,500, പാർട്ട്നേഴ്സ് സാലറി 20,000, കമ്മീഷൻ 10,000. അതുതന്നെ നമ്മളിവിടെ കമ്പൈൻ ചെയ്ത് എഴുതി. ഇൻട്രസ്റ്റ് ഓൺ ക്യാപിറ്റൽ 82,000, സാലറി 20,000, കമ്മീഷൻ 10,000. അതുപോലെ തന്നെ യാസ്മിൻ്റെയും എഴുതി. ഈ സൈഡും അതുപോലെ തന്നെ. ക്യാപിറ്റൽ അക്കൗണ്ടിൻ്റെ ഈ ബാലൻസ് ക്യാരി ഡൗൺ എഴുതാൻ പാടില്ല. പിന്നെ വന്നത് കറണ്ട് അക്കൗണ്ടിൽ നിന്ന് എടുത്ത് എഴുതേണ്ടത് ഡ്രോയിങ്സ്, ഇൻട്രസ്റ്റ് ഓൺ ഡ്രോയിങ്സ്, പ്രോഫിറ്റ് ആൻഡ് ലോസ്. ഈ 3 ഐറ്റമാണ് എഴുതേണ്ടത്. നമ്മൾ അതും കൂടി എഴുതി. ഡ്രോയിങ്സ്, ഇൻട്രസ്റ്റ് ഓൺ ഡ്രോയിങ്സ്, പ്രോഫിറ്റ് ആൻഡ് ലോസ്. എമൗണ്ട് ഒക്കെ സെയിം. ഫിക്സഡ് ക്യാപിറ്റൽ മെത്തേഡിൽ കണ്ടുപിടിച്ച് കഴിഞ്ഞാൽ പിന്നെ ഫ്ലക്ച്വേറ്റിംഗ് ക്യാപിറ്റൽ മെത്തേഡിലേക്ക് എളുപ്പത്തിൽ അതെടുത്ത് എഴുതിയാൽ മതി. കമ്പൈൻ ചെയ്ത് എഴുതണം എന്നുള്ളൂ. ഫിക്സഡ് മെത്തേഡിൽ നമ്മൾ ഇത് രണ്ടും സെപ്പറേറ്റ് ക്യാപിറ്റൽ അക്കൗണ്ടിലും ഈ ഐറ്റംസ് കറണ്ട് അക്കൗണ്ടിലും ചെയ്തു. ഫ്ലക്ച്വേറ്റിംഗ് ക്യാപിറ്റൽ മെത്തേഡിൽ എന്ത് ചെയ്യണം? രണ്ടും കൂടി കമ്പൈൻ ചെയ്താണ് എഴുതേണ്ടത്. അതിനുശേഷം രണ്ട് സൈഡ് ടോട്ടൽ ചെയ്യാം. മൈനസ് ചെയ്യുമ്പോൾ നമുക്ക് 18,20,700 സമീറിൻ്റെയും യാസ്മിൻ്റെ 12,800 കിട്ടും. ക്ലിയർ ആയോ? നിങ്ങൾക്ക് ക്ലിയർ ആയെന്ന് വിചാരിക്കുന്നു. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ കമൻറ്റിലൂടെ ചോദിക്കണം. ഇതുപോലത്തെ ഒരു ക്വസ്റ്റ്യൻ ഞാൻ നിങ്ങൾക്ക് വർക്കൗട്ട് ചെയ്യാൻ തരാം. നിങ്ങളത് എഴുതിയെടുത്ത് അത് ചെയ്ത് നോക്കണം. എന്നിട്ട് ആൻസർ എനിക്ക് കമൻറ്റിലൂടെ. ഈ ക്വസ്റ്റ്യൻ മുൻ വർഷത്തെ ക്വസ്റ്റ്യൻ പേപ്പറിൽ വന്ന ഒരു ക്വസ്റ്റ്യനാണ്. ഇത് ഫ്ലക്ച്വേറ്റിംഗ് ക്യാപിറ്റൽ മെത്തേഡ് മാത്രം ചെയ്യാനാണ്. അതായത് രണ്ടാമത് നമ്മൾ ചെയ്തില്ലേ, രണ്ടും കൂടി കമ്പൈൻ ചെയ്തില്ലേ, ആ മെത്തേഡാണ് ഇത് ചെയ്യേണ്ടത്. അപ്പോൾ ഇതിലൊരു കാര്യം ശ്രദ്ധിക്കേണ്ടത്, സാലറി ബ്രാക്കറ്റിൽ പെർ മന്ത് എന്ന് തന്നിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ ചെയ്യുമ്പോൾ പെർ മന്ത് ഉണ്ടെങ്കിൽ റോയിയുടെ 800 × 12 ചെയ്യണം, സാറയുടെ 700 × 12 ചെയ്യണം. പെർ മന്ത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അങ്ങനെ ചെയ്യേണ്ടതാണ്. അപ്പോൾ ഈ പ്രോബ്ലം നിങ്ങൾ ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ആൻസർ എത്രയാണോ, ബാലൻസ് ക്യാരി ഡൗൺ റോയുടെയും സാറയുടെയും എത്രയാണെന്ന് എനിക്ക് കമൻറ്റിലൂടെ അറിയിക്കേണ്ടതാണ്. താങ്ക് യു ഫോർ വാച്ചിങ്.